ഡൽഹി ഭരണം ബി.ജെ.പിക്ക് കാഴ്ചവെച്ച കോൺഗ്രസ് നടപടിക്കെതിരെ പ്രതിപക്ഷ ഇന്ത്യ കൂട്ടായ്മയിൽ ശക്തമായ പ്രതിഷേധം മുറുകുകയാണ്. നാഷണൽ കോൺഫറൻസ്, ശിവസേന, ഉദ്ധവ് വിഭാഗം, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾക്ക് പുറമെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. 70 സീറ്റിലും മത്സരിച്ച കോൺഗ്രസിന്റെ നീക്കമാണ് മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച് ബി.ജെ.പിക്ക് അധികാരത്തിലേക്ക് വഴിയൊരുക്കിയതെന്ന് വിമർശനമുയർന്നിരുന്നു. ആം ആദ്മിക്കെതിരെ കോൺഗ്രസ് നടത്തിയ തീവ്ര പ്രചാരണം ബി.ജെ.പിയുടെ വിജയം എളുപ്പമാക്കിയ എന്ന വിലയിരുത്തലിലാണ് ഇടതുപക്ഷ പാർട്ടികളും ഇന്ത്യ കൂട്ടായ്മയിലെ തന്നെ മറ്റു പാർട്ടികളും എത്തിയത്. അതേസമയം തന്നെ ബി.ജെ.പി വിജയത്തിൽ ആകുലപ്പെടാതെ ആം ആദ്മിയുടെ തോൽവിയിൽ ആഹ്ലാദിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ബി.ജെ.പിയെ ജയിപ്പിക്കാനും ആം ആദ്മിയെ തോൽപ്പിക്കാനും കോൺഗ്രസ് ഡൽഹിയിൽ അത്യധ്വാനം ചെയ്തുവെന്നാണ് രാജ്യസഭാംഗവും മുതിർന്ന എസ്.പി നേതാവുമായ രാംഗോപാൽ യാദവ് പ്രതികരിച്ചത്. ഡൽഹി ഏതു വിധേനയും പിടിക്കേണ്ടത് ബി.ജെ.പിയുടെ ആവശ്യമായിരുന്നു. കോൺഗ്രസ് അക്കാര്യത്തിൽ ബി.ജെ.പിയെ സഹായിക്കുകയും ചെയ്തു. ആം ആദ്മിക്കെതിരെയായിരുന്നു കോൺഗ്രസിന്റെ പ്രചരണം അത്രയും. ഇത് ബി.ജെ.പിയുടെ വിജയത്തിന് കാരണമായി. രാംഗോപാൽ യാദവിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ആം ആദ്മിയും കോൺഗ്രസ് സഖ്യത്തിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ ഡൽഹി ഫലം മറ്റൊന്നാക്കുമായിരുന്നുവെന്ന് തൃണമൂൽ എം.പി ആയ സൗഗത റോയ് പറയുകയുണ്ട്. അഹംഭാവം മാറ്റിവെച്ച് ബി.ജെ.പിയെ യോജിപ്പിച്ച് ചേർക്കാൻ ഇന്ത്യ കൂട്ടായ്മയിലെ കക്ഷികൾ തയ്യാറാകണമെന്നും അതല്ല എങ്കിൽ ഡൽഹിയിലെ അനുഭവം ആവർത്തിക്കുമെന്നും സൗഗത റോയ് പറയുന്നുണ്ട്. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് ശരിയായ പാഠം പഠിക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്ന് CPI ദേശീയ സെക്രട്ടറിയായ ഡി രാജയും പ്രതികരിക്കുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ മതനിരപേക്ഷ പാർട്ടി എന്ന നിലയിൽ മറ്റ് നിരപേക്ഷ പാർട്ടികളെ എങ്ങനെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്ന് കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്നും മതനിരപേക്ഷ പാർട്ടികളിലെ അനൈക്യമാണ് ഡൽഹിയിൽ ബി.ജെ.പിയുടെ വിജയത്തിന് കാരണമായതെന്ന് ഡി രാജയും പറയുന്നുണ്ട്. ആം ആദ്മിക്കെതിരായി കോൺഗ്രസ് നടത്തിയ തീവ്ര പ്രചരണം ബി.ജെ.പിയെ സഹായിച്ചെന്നാണ് CPIM ഡൽഹി ഘടകവും വിലയിരുത്തുന്നത്. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, ശിവസേന വക്താവായ സഞ്ജയ് റൌത്ത് തുടങ്ങിയ നേതാക്കളും ഡൽഹിയിൽ സഖ്യമില്ലാതെ മത്സരിച്ചതിനെ വിമർശിച്ചിരുന്നു. ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ കൂട്ടായ്മയെ ഏകോപിപ്പിക്കുന്നതിനുള്ള കോൺഗ്രസിന്റെ പരാജയം വ്യക്തമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡൽഹിയിലും വോട്ടുകൾ ഭിന്നിപ്പിക്കും വിധം കോൺഗ്രസ് 70 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിച്ചത്. എന്നാൽ അതേസമയം തന്നെ ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണ് എങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു സീറ്റ് പോലും പിടിക്കാനായില്ല എന്നതും ശ്രദ്ധേയമാണ്. കോൺഗ്രസിന്റെ വോട്ട് ശതമാനം പരിശോധിക്കുകയാണെങ്കിൽ അത് കേവലം 2% മാത്രം മുകളിലാണ്. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായും എത്ര വോട്ടുകളാണ് ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായി വരാൻ സാധിക്കുക എന്ന ചോദ്യം അവിടെ ഏറെ പ്രസക്തമാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഒരുമിച്ച് മത്സരിക്കുകയാണെങ്കിൽ തന്നെ ആം ആദ്മിക്ക് വലിയ ഭൂരിപക്ഷം നൽകാനാകുമോ എന്ന ചോദ്യവും അവിടെ ഏറെ പ്രസക്തമായി തന്നെ തുടരുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജനത്തെ തുടർന്നുണ്ടായിരുന്ന ചർച്ചകളെല്ലാം തന്നെ ഇരുവരും ഒന്നിച്ച് മത്സരിക്കാതിരുന്നതും വലിയ തരത്തിലുള്ള ചർച്ചയിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലും കോൺഗ്രസിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ഉയർന്നിരുന്നു. കോൺഗ്രസിന്റെ പിടിവാശിയാണ് ഇത്തരത്തിലുള്ള പരാജയത്തിലേക്ക് നയിച്ചതെന്ന് പോലും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയായിരുന്നു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നത്. കർഷക സമരങ്ങളാണെങ്കിലും യുവാക്കൾക്കിടയിൽ രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയ പ്രതീതിയാണെങ്കിലും തൊഴിലവസരങ്ങൾ നൽകിക്കൊണ്ടുള്ള വാഗ്ദാനങ്ങളാണെങ്കിലും എല്ലാം തന്നെ ഒരർത്ഥത്തിൽ കോൺഗ്രസിന് അനുകൂല ഘടകമായിരുന്നു. എന്നിട്ടും ഹരിയാനയിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നതിനുള്ള പ്രധാന കാരണം സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന തർക്കങ്ങളും ചർച്ചകളും തന്നെയാണ് എന്നുള്ള വിലയിരുത്തലുകളുണ്ടായിരുന്നു. ആം ആദ്മിയുമായി സഖ്യം ചേർന്ന് മത്സരിച്ചിരുന്നുവെങ്കിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ള പഠനങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ശേഷമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെയും ആം ആദ്മിയെ സംബന്ധിച്ച് ഇരുവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കുമെന്ന തീരുമാനം ആദ്യമേ തന്നെ എടുത്തിരുന്നു. ആം ആദ്മി എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസുമായി സഖ്യത്തിനില്ല എന്നും കോൺഗ്രസുമായി സഖ്യം ചേരുകയാണെങ്കിൽ തങ്ങൾക്ക് സീറ്റുകളെല്ലാം തന്നെ നഷ്ടപ്പെടുമെന്നും തങ്ങളുടെ കോൺഗ്രസിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നുമായിരുന്നു ആം ആദ്മിയുടെ പ്രതികരണം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യം കൂടിയായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയെ സംബന്ധിച്ച് 62 സീറ്റുകൾ വാങ്ങാനായിട്ട് ഇത്തവണ 20ലേക്ക് ചുരുങ്ങേണ്ടി വന്നു എന്നുള്ളത്, അല്ലെങ്കിൽ 30-ന് താഴെ ചുരുങ്ങേണ്ടി വന്നു എന്നുള്ളത് വലിയ ദയനീയാവസ്ഥ തന്നെയാണ്. പക്ഷേ അതേസമയം വോട്ട് ശതമാനം പരിശോധിക്കുകയാണെങ്കിൽ 43% വോട്ടുകൾ ശേഖരിക്കാൻ ആം ആദ്മിക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് ഡൽഹിയിൽ ഒട്ടും തന്നെ നാമാവശേഷമായി എന്ന് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ 30-ൽ താഴെ വോട്ടുകളിലേക്ക് ചുരുങ്ങേണ്ടി വന്നു എന്നുള്ളത് മാത്രമാണ്. എന്നാൽ അതേസമയം തന്നെ 27 വർഷത്തിന് ശേഷം ബി.ജെ.പി തങ്ങളുടെ സ്ഥാനം ഡൽഹിയിൽ ഊട്ടിയുറപ്പിക്കുകയായിരുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പിയുടെ കൃത്യമായ മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ഡൽഹിയിൽ പ്രാവർത്തികമായത് എന്നും വേണമെങ്കിൽ പറയാം. അതിനുള്ള പ്രധാന കാരണം തെരഞ്ഞെടുപ്പിന് മുൻപേ കൂട്ടിയുള്ള ഡൽഹി തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബജറ്റ് അവതരണം തന്നെയാണ്. ആ ബജറ്റ് അവതരണത്തിൽ ഡൽഹിയിൽ വരുന്ന 67% വരുന്ന മിഡിൽ ക്ലാസ് എന്ന വിഭാഗത്തെ മാത്രം
ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബജറ്റ് അവതരണം അത് യഥാർത്ഥത്തിൽ BJPക്ക് ഡൽഹിയിൽ ഉപകാരമായി എന്നും വേണമെങ്കിൽ വിലയിരുത്താം. എന്തുതന്നെയാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇപ്പോൾ പതനത്തിൽ നിന്നും വീണ്ടും പതനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ പോലും ഏൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കോൺഗ്രസിനെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിന് ചെറുതായെങ്കിലും ഒന്ന് ഉയർത്തെഴുന്നേൽക്കാൻ സാധിച്ചത് ഇന്ത്യ സഖ്യത്തിലെ മുന്നേറ്റം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്ത്യ സഖ്യം എന്ന പേരിൽ BJPക്കെതിരെ ഇന്ത്യ തന്നെ ഒന്നിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കിയപ്പോൾ അത് കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടായിരുന്നു. പക്ഷേ അതേസമയം ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ കക്ഷികളും കോൺഗ്രസിന് എതിരെ വരുന്നത് അത് വലിയ തരത്തിലുള്ള ക്ഷീണമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇതിനെതിരെ വലിയ തരത്തിലുള്ള ഔദ്യോഗിക മറുപടികളൊന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്.